നിന്റെ ഫണ്ട് കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ബജറ്റ് ക്ലിയർ ആക്കി ഇനി എന്താ അടുത്ത സ്റ്റെപ്പ്? പർച്ചേസ് ചെയ്യുക, ക്യാപിറ്റൽ അസറ്റുകൾ വാങ്ങുക, സ്റ്റാഫിനെ കൃത്യമായി തിരഞ്ഞെടുക്കുക. പക്ഷേ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഒരു ഗ്രോസറി സ്റ്റോർ ഉദാഹരണത്തിന് എടുക്കാം. പർച്ചേസ് ചെയ്യുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം? നിന്റെ ബജറ്റിന്റെ 50% സ്റ്റോക്കിലേക്ക് നമ്മൾ മാറ്റിവെച്ചിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്ന് സ്റ്റോക്ക് ആവശ്യമായ സാധനങ്ങൾ വളരെ കൃത്യമായിട്ട് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തിരഞ്ഞെടുക്കുക. അതിലൂടെ കൃത്യമായിട്ട് കമ്പനികളുടെ ഡിസ്കൗണ്ടുകളൊക്കെ ചോദിച്ചു വാങ്ങി അതിലൂടെ ഒരു ചെറിയ അധിക ലാഭം നേടാൻ സാധിക്കുമെന്നുള്ളതാണ്. പിന്നെ സ്റ്റോക്ക് എടുക്കുന്ന സമയത്ത് എല്ലാം ഒറ്റടിക്ക് വാങ്ങിക്കൂട്ടുക എന്നുള്ളതല്ല, അതിലൂടെ നമ്മളെ സ്റ്റോക്ക് എമൗണ്ട് പെട്ടെന്ന് തീർന്നു പോകും. 2, ക്യാപിറ്റൽ അസറ്റുകൾ വാങ്ങുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം? ഗ്രോസറി സ്റ്റോറുകളിലേക്ക് വേണ്ട AC, റെഫ്രിജറേറ്റർ, പാക്കിംഗ് മെഷീനുകൾ ഇതൊക്കെ എടുക്കുന്ന സമയത്ത് എല്ലാം നമ്മൾ പുതിയതായിട്ട് എടുക്കുക എന്നുള്ളതല്ല. സെക്കൻഡ് ഹാൻഡ് യൂസ്ഡ് പ്രൊഡക്റ്റുകൾ ലഭിക്കുന്നതാണ്. അവിടെ നിന്ന് വാറണ്ടിയുള്ള സാധനങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ക്യാഷ് സേവ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. 3, സ്റ്റാഫുകൾ എടുക്കുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം? വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, സ്റ്റാഫുകൾ എടുക്കുന്ന സമയത്ത് നമ്മുടെ സ്ഥാപനത്തിന്റെ അച്ചടക്കങ്ങളും എന്തൊക്കെയാണ് ആ സ്ഥാപനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു കൃത്യമായിട്ടൊരു ഷോർട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്ത് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ, ഇത് കണ്ടതിന് ശേഷം കൃത്യമായിട്ട് ജോലി എൻ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ചെയ്യേണ്ടതെന്നും ഈ സ്ഥാപനത്തിന്റെ അച്ചടക്കങ്ങൾ എന്താണെന്നെല്ലാം ആ സ്റ്റാഫിന് മനസ്സിലാവുകയാണ്. അതിലൂടെ ഒരുപാട് തെറ്റുകൾ സംഭവിക്കുന്നത് തടയാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇനി നമ്മൾ മുകളിൽ പറഞ്ഞതും അതുപോലെ തന്നെ സ്റ്റാഫിന്റെ കാര്യവും എല്ലാം നമുക്ക് എങ്ങനെ ഇതൊക്കെ ക്ലിയർ ചെയ്യാം? നിലവിലുള്ള ഒരു സ്ഥാപനമാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ എന്തെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെന്നും ഉറപ്പുവരുത്തുക. പുതിയ സ്ഥാപനമാണെങ്കിൽ ഇത്തരം എല്ലാ കാര്യങ്ങളും സ്റ്റെപ്പായിട്ട് ചെയ്തുകൊണ്ട് വളരെ നന്നായി മുന്നോട്ട് പോകാം. ഇത്തരത്തിൽ നിങ്ങളുടെ പ്ലാനിൽ എന്തെങ്കിലും സഹായകരമായ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ബിസിനസ് കൺസൾട്ടിംഗ് ടീം നിങ്ങളെ സഹായിക്കുന്നതാണ്. ഇസ്മായിൽ തിരൂർ.